Consider a subset of real number. Consider a subset of real number b is equal to set of all 1 by 5n such that n is a natural number. n is an integer. n is an integer. n is an integer. നമ്മൾ കഴിഞ്ഞ സെറ്റുകളിലൊക്കെ നാച്ചുറൽ നമ്പേഴ്സാണ് പറഞ്ഞത്, ഇവിടെ ഇന്റിജർ പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ബിയിൽ എലമെന്റ്സ് ആരൊക്കെയാ? കൺസിഡർ എ സബ്സെറ്റ് ബി അല്ലെ, ഈസ് എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പർ, ഈസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു എന്നിന് ഇന്റിജേഴ്സാ കൊടുക്കണം. നമ്മൾ ശ്രദ്ധിക്കണം, എന്നിന് നേരത്തെയുള്ള ക്വസ്റ്റ്യനിലൊക്കെ എന്നിന് എന്താ പറഞ്ഞേ കണ്ടില്ലേ? ഇവിടെയൊക്കെ എന്നിന് എന്താ പറഞ്ഞേ? എന്നിന് നാച്ചുറൽ നമ്പേഴ്സാ പറഞ്ഞത്. അതുകൊണ്ട് എന്നിന് 1 2 3 കൊടുത്താൽ മതി അല്ലെ. ഇവിടെ നാച്ചുറൽ നമ്പേഴ്സാ പറഞ്ഞത്, ഇവിടെ നാച്ചുറൽ നമ്പേഴ്സാ പറഞ്ഞത്. അപ്പോ ഇവിടെ നമ്മൾ ഇന്റിജറാ പറയണം. എന്നിന് ഇന്റിജർ പറയുമ്പോൾ ആരും പറയാം, ഒരു -2 കൊടുത്താലോ, -1/3 കൊടുത്തു, -2 കൊടുത്താൽ -1/15, -1/10, -1/5. അടുത്തോ ഈ 0 കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ അതും കൂടി അങ്ങ് എഴുതാം. സെറ്റ് ഓഫ് ഓൾ n element of z, set of all 1 by 5n such that n element of z, comma, set of all n element of z such that b is equal to set of all 1 by 5n such that n element of z and n not equal to 0. അപ്പോൾ ആ കാര്യം കഴിഞ്ഞല്ലോ. 0 ഒഴികെയുള്ള ഇൻഡിജേഴ്സ് കൊടുക്കാം. അപ്പോൾ പിന്നെ 1 by 5, 1 by 10, 1 by 15 ഇങ്ങനെ പോവുമല്ലോ. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇതിനൊക്കെ ലൈനിനകത്ത് റിയൽ ലൈനിൽ കാണിക്കാൻ പറ്റും അല്ലേ. റിയൽ ലൈനിൽ ഇതാണ് നമ്മുടെ റിയൽ ലൈൻ എങ്കിൽ ഈ റിയൽ ലൈനിൽ ഇപ്പോൾ ഇവിടെ 0, ഇപ്പോൾ ഈ 1 by 5 എന്ന് പറഞ്ഞാൽ എത്രയാ? 0.2 അല്ലേ. 0.2 1 by 5 ഇവിടെ വരും, 0.2 ഇവിടെ വരും, 1 by 5 ഇവിടെ വന്നാൽ -1 by 5 ഇവിടെ വരും അല്ലേ. ശരിയാണല്ലോ. അപ്പോൾ 1 by 10 ഇവിടെ വരാം അല്ലേ, 0.1 അല്ലേ. അപ്പോൾ -1 by 10 ഇവിടെ വരും. അതേപോലെ 1 by 20, 1 by 15 അല്ലേ, 1 by 15 ഇവിടെ വരാം, 1 by 15 -1 by 15 ഇവിടെ വരും. അപ്പോൾ ഈ ആൾക്കാരെല്ലാം ഇവിടെ കിടക്കുക, 0 വരത്തില്ല, ഈ ആൾക്കാരെല്ലാം ഇവിടെ കിടക്കാം. അപ്പൊ നോക്കിയേ, ഇവിടുത്തെ അപ്പർ ബൗണ്ടുകൾ ആരൊക്കെയാണ്, ലോവർ ബൗണ്ടുകൾ ആരൊക്കെയാണ്? അപ്പർ ബൗണ്ടുകൾ ലോവർ ബൗണ്ടുകൾ ആരൊക്കെയാണ്? അപ്പർ ബൗണ്ട്സ് ഓഫ് സെറ്റ് ബി ആർ upper bounds of set B are നോക്കണേ, ഇവിടെ നോക്കിയാൽ എന്തായാലും ഈ ആൾക്കാരൊക്കെ ഇതിനിടയിൽ കിടക്കുള്ളൂ. നിങ്ങൾ കുറച്ചുകൂടി അത്രയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല എങ്കിൽ എന്നിന് കുറെ ആൾക്കാരെ കൊടുത്ത് ലൈൻ കുറച്ചുകൂടി വലുതാക്കിയിട്ട് അതിനകത്ത് ആൾക്കാരെ റെപ്രസെന്റ് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിച്ച് റെപ്രസെന്റ് ചെയ്ത് എല്ലാം അതിനകത്ത് വരുള്ളൂ. -1 by 5 1 by 5 ഇടയ്ക്ക് വരുള്ളൂ എല്ലാവരും. പക്ഷെ എല്ലാവരും വരും. ഇപ്പോൾ -1 by 5 -1 by 10 ഇടയ്ക്ക് കുറെ ആൾക്കാരുണ്ട്, അവരൊന്നും വരില്ല. ഈ ഫോമിലുള്ള ആൾക്കാർ മാത്രമേ വരുള്ളൂ. അപ്പൊ അപ്പർ ബൗണ്ട് എന്ന് പറയുമ്പോൾ ഈ 1 by 5 അതിന് ശേഷമുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ലോവർ ബൗണ്ട് പറയുമ്പോൾ -1 by 5 അതിന് മുന്നേ ഉള്ള ആൾക്കാരായിരിക്കും അല്ലേ. അപ്പൊ അപ്പർ ബൗണ്ട്സ് ഓഫ് ബി ആർ 1 by 5 and real numbers and all real numbers greater than or equal to 1 by 5.
are all real numbers greater than or equal to 1/5 അതിനേക്കാളും വലിയ എല്ലാ റിയൽ നമ്പേഴ്സും അപ്പർ ബൗണ്ട്സ് ആണ്. ഇനി നമുക്ക് വേണ്ടത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നതാണ് സുപ്രീം ഓഫ് ബി. ഈ സുപ്രീം ഓഫ് ബി എന്താ? ഈ അപ്പർ ബൗണ്ടുകളിൽ ഏറ്റവും ചെറുതാരാണ്? 1/5 ആണ്. അടുത്ത് ലോവർ ബൗണ്ട്സ് ആരൊക്കെ വരിക? ലോവർ ബൗണ്ട്സ് ഓഫ് സെറ്റ് ബി. ലോവർ ബൗണ്ട്സ് വരുമ്പോ നോക്കുക, -1/5 വലുത് -1/5 ആണ് ഇതിലുള്ള ഏറ്റവും ചെറിയ എലമെന്റ്. എന്ന് വെച്ചാൽ -1/5 അതിനേക്കാളും വലിയ ആൾക്കാരൊക്കെ അല്ല, -1/5 അതിനേക്കാളും ചെറിയ ആൾക്കാരൊക്കെ ഇതിന്റെ ലോവർ ബൗണ്ട്സുകളാണ് അല്ലെ. അപ്പോ ലോവർ ബൗണ്ട്സ് ഓഫ് സെറ്റ് ബി ആർ ഓൾ റിയൽ നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1/5. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആരാ? ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് അല്ലെങ്കിൽ ഇൻഫീമം ഓഫ് സെറ്റ് ബി ആരാ? അത് -1/5 അല്ലെ. ഇവിടെ രണ്ട് എലമെന്റ്സും സെറ്റിനകത്ത് ഉള്ള ആൾക്കാർ തന്നെയാണ് അല്ലെ. ഇനി let set B is equal to set of all real numbers x, such that x is equal to 2 raised to n and n element of z is a subset of real number sets. So that is B എന്ന സെറ്റ് ആരാണ്? എക്സിന് n element of നാച്ചുറൽ നമ്പർ സെറ്റ് പറയുന്നത് വിചാരിക്കുക. ഇവിടുത്തെ ആൾക്കാരാരാ? 2 raised to 1, 2 raised to 2, 2 raised to 3, 2 raised to 4 ഇങ്ങനല്ലേ പോണേ? 2 raised to 5 ഇവരൊക്കെ അല്ലേ ഇങ്ങനെ പോകുമല്ലോ. നമ്മുടെ റിയൽ ലൈൻ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് 0 വന്നാൽ ഇവിടെ 2 വരും. ഇവിടെ 2 സ്ക്വയർ അല്ലേ, 3 4 ഇതിൽ 2 സ്ക്വയർ, പിന്നെ 2 raised to 3 ഇങ്ങനെ പോവാം. 2 സ്ക്വയർ, 2 ക്യൂബ്, 2 raised to 4, 2 raised to 5 ഇങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കൊണ്ടേയിരിക്കും. ഒരു ഡിസ്ക്രീറ്റ് സെറ്റ് ആണ് സംഭവം അല്ലേ. ഇതിന്റെ ലോവർ അപ്പർ ബൗണ്ട് ആരുടെ? ഇതിന്റെ അപ്പർ ബൗണ്ട് പറയാൻ പറ്റുമോ? അതായത് ഏതെങ്കിലും ഒരു റിയൽ നമ്പറിനേക്കാളും ചെറുതാണ് ബി എന്ന സെറ്റിലെ ആൾക്കാരെ നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇവിടെ അപ്പർ ബൗണ്ട് പറയാൻ പറ്റും, കാരണം നമുക്ക് അങ്ങ് ഇൻഫിനിറ്റി വെക്കൊണ്ടിരിക്കാം. അപ്പോൾ ദാറ്റ് ഈസ് ബി ഹാസ് no upper bounds ഇല്ല. ലോവർ ബൗണ്ട്സ് ഉണ്ടല്ലേ. ലോവർ ബൗണ്ട്സ് ഓഫ് സെറ്റ് ബി ആരൊക്കെയാ? 2 അല്ലെ. 2ഉം 2നേക്കാളും ചെറിയ എല്ലാ റിയൽ നമ്പേഴ്സും വരില്ല അല്ലെ. 2ഉം 2നേക്കാളും ചെറിയ എല്ലാ റിയൽ നമ്പേഴ്സും വരും. ലോവർ ബൗണ്ട്സ് ഓഫ് സെറ്റ് ബി ആർ all real numbers ആണല്ലേ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, 2ഓ 2നേക്കാളും ചെറുതായിട്ടുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ലോവർ ബൗണ്ട്സ് ആയിട്ട് വരും. ഇനി നമുക്ക് വേണ്ട ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. അപ്പർ ബൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഇല്ല. ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് സെറ്റ് ബി, അതായത് ഇൻഫീമം ഓഫ് സെറ്റ് ബി ആരായിരിക്കും? 2 ആയിരിക്കും. അപ്പർ ബൗണ്ട്സ് ഇല്ലാത്തതുകൊണ്ട് ബി ഈസ് നോട്ട് ബൗണ്ടഡ് എബോവ് ആണ് അല്ലേ. ബൗണ്ടഡ് എബോവ് അല്ല. അപ്പർ ബൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ബൗണ്ടഡ് എബോവ് അല്ലെന്ന് പറയും.
അപ്പോൾ അതുകൊണ്ട് ബൗണ്ടഡ് അബോ അല്ല, ബൗണ്ടഡ് ബിലോ ആണ്. പക്ഷെ എന്തല്ല, ബൗണ്ടഡ് അല്ല. രണ്ടും ഉണ്ടെങ്കിലല്ലേ ബൗണ്ടഡ് ആവുള്ളൂ അല്ലെ. ബൗണ്ടഡ് അബോ അല്ല, ബൗണ്ടഡ് ബിലോ ആണ്, പക്ഷെ ഓൾസോ നോട്ട് ബൗണ്ടഡ്, നോട്ട് എ ബൗണ്ടഡ് സെറ്റ്. ബൗണ്ടഡ് സെറ്റ് അല്ല. നോട്ട് എ ബൗണ്ടഡ് സെറ്റ്. പിന്നെ നെക്സ്റ്റ് നമ്മളൊരു ഇന്നലെ ഒരു ലെമ്മ പറഞ്ഞു വെച്ചിട്ടില്ലേ പോയെ, ലെമ്മ 1.2 അല്ലേ. എന്താ പറയുക, സ്റ്റേറ്റ്മെന്റ് എന്താ പറയുക, ലെമ്മയുടെ സ്റ്റേറ്റ്. ലെമ്മ എന്ന് വെച്ചാൽ നമ്മൾ തിയറത്തിന് പല തിയറംസും പ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് അല്ലെ. assume S is a real number, assume S element of R is a upper bound of, is an upper bound of, an upper bound of a subset of real number A. Okay. Hence S is the supreme of A. S is the supreme of A if and only if. S is the supreme of A if and only if for every choice of epsilon greater than 0. For every choice of epsilon greater than 0. There exists ഏതൊരു കുഞ്ഞു റിയൽ നമ്പർ എപ്സിലോൺ എടുത്താലും, പോസിറ്റീവ് റിയൽ നമ്പർ എപ്സിലോൺ എടുത്താലും, there exists an element small a, element of capital A, satisfying S minus epsilon less than A. ശരിയല്ലേ. ശ്രദ്ധിക്കാം, ഈ ഒരു എ എന്ന സബ്സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ എ എന്നൊരു സബ്സെറ്റ് ഉണ്ട്. എ എന്ന സബ്സെറ്റിന്റെ ഒരു എസ് ഒരു അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എ എന്ന സബ്സെറ്റിന്റെ അപ്പർ ബൗണ്ട് ആകുമ്പോൾ എനിക്ക് എസ് ഇവിടെ വരാം, ഇവിടെ മുതൽ അല്ലേ, ഇവിടെ മുതൽ എവിടെ വേണം വരാം. ഒരുപക്ഷെ എക്കകത്ത് ഉണ്ടാവാം, അല്ലെങ്കിൽ എക്കകത്ത് ഉണ്ടാവാതിരിക്കാം, അങ്ങനെയൊക്കെ. അപ്പോൾ എസ്, ഞാൻ ഈ ക്വസ്റ്റ്യൻ മീനിങ് ആണ് പറഞ്ഞത്, ഡെഫിനിഷന്റെ ഈ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ്. അപ്പോൾ എ എന്ന റിയൽ നമ്പറിന്റെ സബ്സെറ്റിൽ എസ് ഒരു അപ്പർ ബൗണ്ട് ആണ്. ഇനി എസ് സുപ്രീമോ ആണെങ്കിൽ, ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അപ്പോൾ എസ് സുപ്രീമോ എന്ന് വെച്ചാൽ എവിടെ വരും? സുപ്രീമോ എന്ന് വെച്ചാൽ എസ് എവിടെ വന്നേ പറ്റൂ? എസ് ഇവിടെ വന്നേ പറ്റൂ, കാരണം ഏറ്റവും എൻഡ് വന്നേ പറ്റൂ. അതിനകത്ത് വരാം, അല്ലെങ്കിൽ തൊട്ട് ചേർന്ന് വരും. എസ് സുപ്രീമോ ആണെങ്കിൽ ഇതാണ്, എസ് സുപ്രീമോ ആണെങ്കിൽ ഫോർ എവരി ചോയ്സ് ഓഫ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, നിങ്ങൾ ഏത് ചെറിയ റിയൽ നമ്പർ എപ്സിലോൺ എടുത്താലും there exists an element small a element of capital A satisfying S minus epsilon. എടേ എസ് ഇവിടെ ഇരിക്കുന്നെങ്കിൽ എസ് മൈനസ് എപ്സിലോൺ എവിടെ ഇരിക്കും? എസ് മൈനസ് എപ്സിലോൺ റിയൽ നമ്പറിൽ ലെഫ്റ്റോട്ട് വരുമ്പോഴും കുറഞ്ഞു വരെയല്ലേ. അപ്പോൾ എസ് മൈനസ് എപ്സിലോൺ, എപ്സിലോൺ പോസിറ്റീവ് ആയതുകൊണ്ട് എസ് മൈനസ് എപ്സിലോൺ എസിന്റെ ലെഫ്റ്റ് സൈഡിലല്ലേ വരുള്ളൂ. ഇവിടെ എസ് മൈനസ് എപ്സിലോൺ വരുള്ളൂ. അപ്പോ ഉറപ്പായിട്ട് ഇതാ വളരെ ക്ലിയർ അല്ലേ, ഇതാ ഇവിടെ ഒരു എലമെന്റ് ഉണ്ട്, എ എന്ന എലമെന്റ്. ശരിയല്ലേ? അതാണ് അവർ പറയുന്നുള്ളൂ. ആ എസ് മൈനസ് എപ്സിലോണിനെക്കാളും വലിയ ഒരു എ ഉണ്ടെന്നാ പറയുന്നത്. ആ എ എവിടെയുണ്ട്? ക്യാപിറ്റൽ എ ഉണ്ട്. തിരിച്ച് പറയുന്നുണ്ടാ,
ഇനി ഈ തിരിച്ചെന്താ അസ്യൂം ചെയ്യണ്ടേ? അപ്പൊ നമ്മള് എസ് സുപ്രീമുമാണെന്ന് അസ്യൂം ചെയ്തിട്ട് അല്ലെ, എസ് എന്ന അവർ തന്നിട്ടുള്ള എന്താണ്, എസ് എന്നൊരു അപ്പർ ബൗണ്ട് തന്നിട്ടുണ്ട്. എസ് എന്ന അപ്പർ ബൗണ്ട് എന്റെ സുപ്രീമുമാണെന്ന് അസ്യൂം ചെയ്തപ്പോ എനിക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ സാധിക്കും? ഏത് എപ്സിലോൺ, ഏത് ചെറിയ റിയൽ നമ്പർ എപ്സിലോൺ എടുത്താലും there exists an element A in A such that S minus എപ്സിലോണിനെക്കാളും വലിയൊരു എലമെന്റ് എയിൽ ഉണ്ട് എന്ന് കാണിക്കാൻ പറ്റും. തിരിച്ചിതാണ് അസ്യൂം ചെയ്യണം. അസ്യൂം ചെയ്യണം എന്താണ്? എസ് ഒരു അപ്പർ ബൗണ്ട് ആണ്. പിന്നെയോ ഫോർ എവരി ചോയ്സ് ഓഫ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, എസ് ഒരു അപ്പർ ബൗണ്ട് ആണ് ഫോർ എവരി ചോയ്സ് ഓഫ് ആണ്. എസ് ഒരു അപ്പർ ബൗണ്ട് ആണ് ഏതോ ഒരു സെറ്റ് എ. ഇതാണ് എ എന്ന സെറ്റ്. ഇത്രയാണ് എ എന്ന സെറ്റ്. ഈ എ എന്ന സെറ്റിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണ് എസ്. ഈ ആസ് എന്ന് വെച്ചാൽ എന്റെ റൈറ്റ് സൈഡ്, എയിലെ എലമെന്റ്സിന്റെ എവിടെ വേണം വരാം. ഒരുപക്ഷെ ഇവിടെ വന്നേക്കാം, അല്ലെങ്കിൽ ഇവിടെ വരാം, ഇവിടെ എവിടെ വേണോ വരാം. എസിന്റെ റൈറ്റ് സൈഡിൽ, എന്റെ റൈറ്റ് സൈഡിൽ എവിടെ വേണോ വരാം. എസ് ഒരു അപ്പർ ബൗണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത് പറഞ്ഞ കണ്ടീഷൻ ശ്രദ്ധിക്കുക. ഈ ഫോർ എവരി ചോയ്സ് ഓഫ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, ഏത് കുഞ്ഞു റിയൽ നമ്പർ എപ്സിലോൺ എടുത്താലും there exists an element A in A satisfying S minus A less than I. അതായത് ഒരു നമ്പര് എ എന്ന നമ്പര് ഒരു എസ് മൈനസ് എപ്സിലോൺ, ഞാനൊരു എസ് അപ്പർ ബൗണ്ട് ഒരു എസ് മൈനസ് എപ്സിലോൺ എടുത്തു. നോക്കാം, ഞാൻ എസ് മൈനസ് എപ്സിലോൺ എടുത്തു ഇവിടെ വന്നെന്ന് വിചാരിക്കുക. ഇവിടെ വന്നാൽ ആ എ എന്ന എലമെന്റ് ഇവിടെ അല്ലേ വരുള്ളൂ, അല്ലെ? എസ് മൈനസ് എപ്സിലോണിനെക്കാളും വലിയ എലമെന്റ്. അടുത്ത് ഞാൻ എസ് മൈനസ് എപ്സിലോൺ ഇവിടെ എടുത്താലേ, എസ് മൈനസ് എപ്സിലോൺ ഇവിടെയാണെങ്കിൽ എ എന്ന എലമെന്റ് ഇതിന്റെ റൈറ്റ് സൈഡിലല്ലേ വരുള്ളൂ, എ എന്ന എലമെന്റ് ഇവിടെയല്ലേ വരുള്ളൂ. അപ്പോൾ ഇതൊക്കെ എ എന്ന എലമെന്റ് ഇവിടെയൊക്കെ വന്നാൽ എ എലമെന്റ് ഓഫ് എ എന്നുള്ളത് തെറ്റിപ്പോകൂലേ? എ എലമെന്റ് ഓഫ് എ ആവണം. എ എലമെന്റ് ഓഫ് എ ആവണമെങ്കിൽ മിനിമം ഇവിടെയെങ്കിലും വരണം, അല്ലെ? എ എലമെന്റ് ഓഫ് എ ആവണം, എസ് മൈനസ് എപ്സിലോണിനെക്കാളും ചെറുതാവണം. എന്ന് വെച്ചാൽ എസ് മൈനസ് എപ്സിലോൺ എവിടെ വന്നേ പറ്റൂ, അല്ലെ? എസ് മൈനസ് എപ്സിലോണിനെക്കാളും വലുതാണ്. അപ്പൊ എസ് മൈനസ് എപ്സിലോൺ ഇവിടെ വന്നേ പറ്റൂ, എന്റെ ലെഫ്റ്റ് സൈഡ് വന്നേ പറ്റൂ, ഇത് ഇവിടെ വന്നേ പറ്റൂ. അപ്പൊ അങ്ങനെ എസ് മൈനസ് എപ്സിലോൺ എന്റെ ലെഫ്റ്റ് സൈഡ് വരണം. എ സ്മാൾ എ എന്ന എലമെന്റ് ക്യാപിറ്റൽ എ എന്ന സെറ്റിനകത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ എസ് എന്ന ആള് ഇവിടെ വന്നേ പറ്റൂ, എസ് എന്ന ആള് ഇങ്ങ് അറ്റത്ത് വന്നേ പറ്റൂ, അല്ലെ? എസ് എന്ന ആള് ഈ എൻഡിൽ വന്നേ പറ്റൂ. അപ്പൊ എസ് എന്താവും? ഈ എൻഡിൽ വരുമ്പോ എസ് എന്താവും? ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആവും, സുപ്രീം ആവും. ഇത് ജോമെട്രിക്കലി പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് പറയേണ്ടത് ഓൾജിബ്രൈക്ക് ആയിട്ട് ഇതിനെ പ്രൂവ് ചെയ്യണം, അല്ലെ? നമുക്കറിയാവുന്ന ഡെഫിനിഷൻസ് ഒക്കെ യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യണം. കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ഏത് സ്റ്റേറ്റ്മെന്റ് എടുത്താലും എന്താ തന്നിട്ടുള്ളത്? given S is an upper bound. S is an upper bound. S is an upper bound of set A. First and assume ചെയ്യണം. ഫസ്റ്റ് assume. എന്താ assume ചെയ്യുക? ഫസ്റ്റ് എന്താ assume ചെയ്യുക? സുപ്രീം ഓഫ് A is equal to S എന്ന് assume ചെയ്യുക. എ എന്ന സെറ്റിന്റെ സുപ്രീം ആരെന്ന് എടുക്കുക? എസ് എന്ന് എടുക്കുക. എ എന്ന സെറ്റിന്റെ സുപ്രീം എസ് എന്ന് വെച്ചാൽ ഉടനെ തന്നെ നമ്മൾ മനസ്സിനകത്തൊരു ഡെഫിനിഷൻ വേണം. ദാറ്റ് ഈസ് എസ് ഈസ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട്, അല്ലെ? അപ്പർ ബൗണ്ടുകളിൽ ഏറ്റവും ചെറുതാണ് എസ്. എനിക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ് ഇവിടെ? there exists for every epsilon greater than 0, ഏത് റിയൽ നമ്പർ, ഏത് പോസിറ്റീവ് റിയൽ നമ്പർ എപ്സിലോൺ എടുത്താലും there exists an element small a element of capital A satisfying x minus epsilon less than a. അതാണ് പ്രൂവ് ചെയ്യാനുള്ളത്.
അപ്പോൾ അപ്പോൾ let epsilon greater than 0 ഏതൊരു ആർബിട്രറി എപ്സിലോൺ എടുത്തു in real number അല്ലേ epsilon greater than 0 then and consider s minus epsilon അല്ലേ epsilon ഒരു റിയൽ നമ്പർ ആണ് s minus epsilon എടുത്തു s minus epsilon ആരായിരിക്കും അതും വേറെ റിയൽ നമ്പർ ആയിരിക്കും also s minus epsilon ആരെക്കാളും ചെറുതാണ് s minus epsilon ആരെക്കാളും ചെറുതായിരിക്കും ഇവിടെ s minus epsilon s നെക്കാളും ചെറുതായിരിക്കും അല്ലേ s minus epsilon s നെക്കാളും ചെറുതാണ് ഇവിടെ ശ്രദ്ധിക്കുക s എന്തെന്നാ പറഞ്ഞിരിക്കുന്നത് s അപ്പർ ബൗണ്ട് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ s നെക്കാളും ചെറിയ ഒരാളല്ലേ s minus epsilon അപ്പോൾ s minus epsilon എന്താവില്ല അപ്പർ ബൗണ്ട് ആവില്ല s അല്ല സുപ്രീമോ ഓഫ് എ എന്ന് വെച്ചാൽ സുപ്രീമോ ആണ് അപ്പർ ബൗണ്ടുകളിൽ ഏറ്റവും ചെറുതാണ് s അപ്പോൾ s നെക്കാളും ചെറിയ ഒരാൾ എന്താവൂല അപ്പർ ബൗണ്ട് ആവൂല അപ്പോൾ s minus epsilon less than s implies s minus epsilon is not an upper bound of set A കാരണം ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട് ആണ് s അതിനേക്കാളും ചെറുതാണ് s minus epsilon അപ്പോൾ പിന്നെ എങ്ങനെയാ അപ്പർ ബൗണ്ട് ആവും അപ്പർ ബൗണ്ടിന്റെ ഡെഫിനിഷൻ തെറ്റിക്കില്ലേ s minus epsilon is not an upper bound of A s minus epsilon അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ ഇവിടെ A എന്ന സെറ്റിന്റെ അപ്പർ ബൗണ്ടുകളിൽ ഏറ്റവും ചെറുതാണ് s അപ്പർ ബൗണ്ടുകളിൽ ഏറ്റവും ചെറുതാണ് s അപ്പോൾ ഇവിടെ വരുള്ളൂ ഇനി s minus epsilon s നെക്കാളും ചെറുതാണെന്ന് ഇത് കൊച്ചു പിള്ളേരും പറയും കാരണം എപ്സിലോൺ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആയതുകൊണ്ട് s minus epsilon s നെക്കാളും ചെറുതായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇതിനിടയിൽ ഒരു ഉറപ്പല്ലേ ഇതിനിടയിൽ a എന്ന എലമെന്റ് ഉണ്ടാവുമെന്ന് therefore there exists an element small a element of capital A. There exists an element small a element of capital A implies A ആരെക്കാളും വലുതായിരിക്കും s minus epsilon നെക്കാളും വലുതായിരിക്കും A അല്ലേ പറഞ്ഞേ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവിക്കാം അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അതർവൈസ് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ എന്താവും s minus epsilon ഒരു അപ്പർ ബൗണ്ട് ആയിക്കളെ അല്ലേ otherwise s minus epsilon would be an upper bound ഇത് ആവശ്യമില്ല നമുക്ക് ആൻസർ ആയല്ലോ otherwise s minus epsilon would be an upper bound ഇതിൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞു അടുത്ത കോൺവേഴ്സ്ലി എന്ത് അസ്യൂം ചെയ്യണം ഇവിടെ അപ്പർ ബൗണ്ട് s അപ്പർ ബൗണ്ട് ആണെന്ന് ഫിക്സഡ് ആണ് ഈ സ്റ്റേറ്റ്മെന്റിൽ ഫിക്സഡ് ആണ് s അപ്പർ ബൗണ്ട് ഇനി s സുപ്രീം ആണെന്ന് അസ്യൂം ചെയ്തിട്ട് for every choice of epsilon greater than 0 there exists an element A in A satisfying s minus epsilon less than epsilon A കണ്ടോ എപ്സിലോൺ എന്നൊരു ആർബിട്രറി നമ്പറിന് ശരിയായി അപ്പോൾ ഏത് നമ്പറിന് ശരിയാവും വേണമെങ്കിൽ അതൊക്കെ എഴുതാം ഹെൻസ് therefore hence for every epsilon greater than 0 there exists an element small a element of capital A satisfying s minus epsilon less than A അപ്പോൾ supreme of A supreme of A is equal to s എന്ന് അസ്യൂം ചെയ്തിട്ട് ഈ കണ്ടീഷൻ പ്രൂവ് ചെയ്യും അടുത്ത എന്ത് ചെയ്യണം ഈ കണ്ടീഷൻ അസ്യൂം ചെയ്തിട്ട്
സുപ്രീം ഓഫ് എ എസ് എന്ന് എഴുതണം. ഫിക്സഡ് ആയിട്ടുള്ളതാണ് ആരാണ്? എസ് അപ്പർ ബൗണ്ട് എന്നുള്ളത് ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഈ തിയറത്തിന്റെ ഈ ലെമ്മയുടെ സ്റ്റേറ്റ്മെന്റിലെ ഫിക്സഡ് ലൈനാണ്. കോൺവേഴ്സ്ലി എന്താ അസ്യൂം ചെയ്യുക? കോൺവേഴ്സ്ലി അസ്യൂം എന്താ? കോൺവേഴ്സ്ലി അസ്യൂം എന്താണ് അസ്യൂം ചെയ്യേണ്ടത്? ഫോർ എവരി അല്ലെ, വേണമെങ്കിൽ നമ്മൾ അതും കൂടി ഉൾപ്പെടുത്തും. ഫോർ കോൺവേഴ്സ്ലി അസ്യൂം എസ് ഈസ് ആൻ അപ്പർ ബൗണ്ട് അല്ലെ, എസ് ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് സെറ്റ് എ അല്ലെ, വിത്ത് ദ പ്രോപ്പർട്ടി എന്താ? വിത്ത് പ്രോപ്പർട്ടി ദാറ്റ് എന്ത് പ്രോപ്പർട്ടി അസ്യൂം ചെയ്യണേ? For every epsilon greater than 0, there exists an element, small a element of capital A, satisfy അങ്ങനെ എഴുതുന്നത് ഇതിന്റെ പോളിസിക്ക് വിരുദ്ധമാണ്. Conversely, assume S is an upper bound of A subset of R with the property that for every epsilon greater than 0, there exists an element, small a element of capital A, satisfying S minus epsilon less than A. ഇത് അസ്യൂം ചെയ്യും. എന്ത് പ്രൂവ് ചെയ്യണം? സുപ്രീം ഓഫ് എ ഇസ് ഈക്വൽ ടു എസ് എന്ന് പ്രൂവ് ചെയ്യണം അല്ലെ. എടോ, സുപ്രീമത്തിന്റെ ഡെഫിനിഷന്റെ പേജ് ഒന്ന് മറിച്ച് നോക്കിയേ നോട്ട്ബുക്കിൽ. അവിടെ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന് എന്തായിരിക്കണം? ഒരു എ എന്ന സബ്സെറ്റിന്റെ സുപ്രീമാണ് എ എന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്താവണം? എസ്, എ എന്ന സെറ്റിന്റെ സുപ്രീമാണ് എസ് എന്ന് പറയണമെങ്കിൽ എസ് എന്താവണം? അപ്പർ ബൗണ്ട് ഓഫ് എ ആവണം. സെക്കൻഡ് കണ്ടീഷൻ എന്താവണം? വേറെ ഏതെങ്കിലും ഒരു അപ്പർ ബൗണ്ട്, ഇഫ് ബി ഇസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എ, വേറെ ഏതെങ്കിലും ഒരു അപ്പർ ബൗണ്ട് എ എടുത്താൽ ദെൻ ബി എന്താവണം? ബി ആ അപ്പർ ബൗണ്ടിനെക്കാളും ബി ഒരു അപ്പർ ബൗണ്ട് ആണെങ്കിൽ ബി എസിനെക്കാളും വലുതാണ്, വലുതോ ഈക്വൽ ആവും. അപ്പൊ നമുക്കിവിടെ നോക്കിയേ, ഈ തിയറത്തിന്റെ സ്റ്റേറ്റ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ള എന്താണ്? സുപ്രീം ഓഫ് എ ഇസ് ഈക്വൽ, ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിലേ നമ്മൾ എന്ത് എഴുതുള്ളൂ? ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിലേ സുപ്രീം ഓഫ് എ ഇസ് ഈക്വൽ ടു എസ് എന്ന് എഴുതുള്ളൂ. സുപ്രീം ഓഫ് എ ഇസ് ഈക്വൽ ടു എസ് എന്ന് എഴുതാൻ രണ്ട് കണ്ടീഷൻ വേണം. ഒന്ന് എസ് അപ്പർ ബൗണ്ട് ഓഫ് എ ആവണം. രണ്ട് എന്ത് വേണം? ബി ഒരു അപ്പർ ബൗണ്ട് ആണെങ്കിൽ, ബി മറ്റൊരു ഏതോ ഒരു അപ്പർ ബൗണ്ട് ആണെങ്കിൽ ആ ബിനെക്കാളും ബി എസിനെക്കാളും വലുതോ ഈക്വലോ ആവണം. അപ്പോൾ ആൾറെഡി നമ്മുടെ അസംഷനിൽ തന്നെ ഒന്നാമത്തെ കണ്ടീഷൻ ഉണ്ട്. എസ് ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എ എന്നുള്ളത് ഉണ്ട് നമ്മുടെ അസംഷനിൽ. അത് ഫിക്സഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്കിനി ഈ സെക്കൻഡ് കണ്ടീഷൻ പ്രൂവ് ചെയ്താൽ സുപ്രീം ഓഫ് എ എസ് ആയിക്കോളും. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ പ്രൂവ് ചെയ്യുന്നതിനെ പറ്റിയാണ് ആലോചിക്കാനുള്ളത്. അപ്പോ എസ് അപ്പൊ ഞാൻ എടുക്കും ലെറ്റ്, രണ്ടാമത്തെ കണ്ടീഷൻ മതിയല്ലോ. ലെറ്റ് ബി ഈസ് എനി നമ്പർ ലെസ് ദാൻ എസ്. ഇപ്പോ ബി എസിനെക്കാളും ചെറിയൊരു നമ്പർ ആണെങ്കിൽ, ബി ഈസ് എനി നമ്പർ ലെസ് ദാൻ എസ്,
അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം ഒരു കാര്യം, ഇവിടെ ഈ ലൈനിലെ there exists an element a in a satisfy s minus epsilon less than a എന്ന് പറയില്ലേ, അത് എഴുതിയിട്ട് കൊടുക്കും. s minus epsilon less than a എന്ന് വെച്ചാൽ ഇവിടെ എസ് ഒരു അപ്പർ ബൗണ്ട് ആണ്, അപ്പൊ അതിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എയിലെ എലമെന്റ് അല്ലേ, ഈ എയിലെ ഒരു എലമെന്റിനെക്കാളും ചെറുതല്ലേ എസ് മൈനസ് എപ്സിലോൺ. അപ്പോൾ എസ് മൈനസ് എപ്സിലോൺ എന്താവില്ല, അപ്പർ ബൗണ്ട് ആവില്ലല്ലോ. എയിലെ ഒരു എലമെന്റിനെക്കാളും ചെറിയ ആൾ അപ്പർ ബൗണ്ട് ആവില്ലല്ലോ. അപ്പോ അത് ആദ്യം എഴുതി വയ്ക്കാം. ക്ലിയർലി എസ് മൈനസ് എപ്സിലോൺ ഈസ് not an upper bound, not an upper bound of set A. എന്താണ് റീസൺ? Since s minus epsilon എന്ന് വെച്ചാൽ എയിലെ എലമെന്റിനെക്കാളും അല്ലെ, s minus epsilon എന്ന് വെച്ചാൽ എയിലെ സ്മാൾ എ എന്നൊരു എലമെന്റിനെക്കാളും ചെറുതാണ് അല്ലെ. മറ്റാണെങ്കിൽ എന്താ, അപ്പർ ബൗണ്ട് ആണെങ്കിൽ വലുതോ ഈക്വൽ ആവണ്ടേ, എസ് എയിലെ എലമെന്റ്സുകളെക്കാളും വലുതോ ഈക്വൽ ആവണം, എന്നാലേ അപ്പർ ബൗണ്ട് ആവും. അപ്പോൾ എസ് മൈനസ് എപ്സിലോൺ ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട്. if b, now b എന്നത് if b is any number, if b is any number ഞാൻ എടുക്കുകയാണ്, b is any number less than s, b s നെക്കാളും ചെറുതെന്ന് ഞാൻ എടുക്കുകയാണ്. b is any number less than s എന്നത് s നെക്കാളും ചെറിയൊരു നമ്പറാണ് b. let b is equal to s plus epsilon. b is any number less than s. b is any number less than s. s നെക്കാളും ചെറിയൊരു നമ്പറാണ് b എന്നത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ, എസ് സുപ്രീമോ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് എസിനെക്കാളും ചെറിയൊരു നമ്പറാണ് ബി എന്നത്. അപ്പോൾ ഇഫ് ബി ഈസ് എനി നമ്പർ ലെസ് ദാൻ എസ്, അപ്പോൾ വിച്ച് ഇംപ്ലൈസ് ബി ഈസ് not an upper bound. അതിന് വേണ്ടിയിട്ട് ലെറ്റ് ഞാൻ എപ്സിലോൺ ഇസ് ഈക്വൽ ടു എസ് മൈനസ് ബി എന്ന്, എപ്സിലോൺ ഇസ് ഈക്വൽ ടു എസ് മൈനസ് ബി എന്നെടുത്തു. ദാറ്റ് ഈസ് ഇവിടെ ബി ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട്. അപ്പോൾ എസ് മൈനസ് ബി എന്ന് വെച്ചാൽ എസിനെക്കാളും ചെറുതല്ലേ, എസ് മൈനസ് ബി എന്ന് വെച്ചാൽ എസിനെക്കാളും ചെറുതാണ് എപ്സിലോൺ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ മീനിങ് therefore any number smaller than s, any number smaller than s is not an upper bound എന്നാണ്, not an upper bound, which implies b is some other upper bound, b is some other upper bound for a, b is some other upper bound for a then s is less than or equal to b.
hence s b നെക്കാളും ചെറുതെന്ന് കിട്ടിയല്ലോ. hence s is the least upper bound. Implies supreme of a is equal to s.